الحمد لله العزيز الحكيم الكريم المعبود، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن أحسن الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة في النار. أيها الناس، أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. صدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിക്കേണ്ട വിധം പാലിച്ചുകൊണ്ട് സത്യവിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അതീവ ജാഗ്രതയോടെ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മറ്റ് പല ജീവികളിൽ നിന്നും ഭിന്നമായി നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ചിന്തിക്കാനുള്ള കഴിവ്. അവൻ അല്ലാഹു തന്നെ നൽകിയ അപാരമായ ബുദ്ധി വൈഭവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഉള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയത് കൊണ്ടാണ് മനുഷ്യ സമൂഹത്തിന് ഇന്നത്തേതുപോലെയുള്ള അത്ഭുതകരമായ ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നത്. അത്ഭുതകരമായ ഒരു ഭൗതിക നേട്ടം ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ മനുഷ്യന് സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നത് അല്ലാഹു നൽകിയ ഈ മഹത്തായ ഒരു കഴിവ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയതുകൊണ്ടാണ്. ഒരു പക്ഷേ മനുഷ്യരെക്കാൾ അത്യസാധാരണമായ കഴിവുകൾ കൊണ്ട് അനുഗ്രഹീതരായ ഒട്ടനവധി സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട്. മനുഷ്യ വംശത്തിൽ പിറന്ന ഏതൊരു നിർമ്മാണ വിദഗ്ധനെയും അത്ഭുതപ്പെടുത്താൻ ഒരു പക്ഷേ തേനീച്ചക്ക് അതിൻ്റെ കൂടുകളിലൂടെ സാധിക്കും. ചിലന്തിക്ക് അത് നിർമ്മിക്കുന്ന നിസ്സാരമായ വളരെ
അതീവ ലളിതമായ അതിൻ്റെ വലകളിലൂടെ സാധിക്കും, ലോകത്തുള്ള ഒരുപാട് സൃഷ്ടികൾക്ക് സാധിക്കും. പക്ഷേ അള്ളാഹു ഇതര സൃഷ്ടികൾക്ക് നൽകിയിരിക്കുന്ന ഇത്തരം കഴിവുകൾ അതിന് പ്രത്യേക കഴിവുകൾ എന്നർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനല്ലാതെ അതിനെ വളർത്തിയെടുക്കാനോ ലോകത്തിനും കാലത്തിനുമനുസരിച്ചുകൊണ്ട് ആ കഴിവുകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനോ ആ സൃഷ്ടികൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തേനീച്ചകൾ സൃഷ്ടിച്ച കൂടും ഇന്ന് നിർമ്മിക്കുന്ന കൂടും ഒരുപോലെ തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചിലന്തികൾ നിർമ്മിച്ച വലയും ഇന്ന് നിർമ്മിക്കുന്ന വലയും തമ്മിൽ വ്യത്യാസമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ അപാരമായ ബുദ്ധിവൈഭവത്തെയും അള്ളാഹു തന്നെ നൽകിയ സർഗാത്മകമായ കഴിവുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ സംസ്കാരങ്ങളെയും നാഗരികതകളെയും സൃഷ്ടിക്കുന്നു, കെട്ടിപ്പടുക്കുന്നു. അങ്ങനെ ലോകത്ത് വലിയ വലിയ മഹത്തായ നേട്ടങ്ങൾ മനുഷ്യന് വേണ്ടി മനുഷ്യൻ തന്നെ സംവിധാനിക്കുന്നു. ഇത് അള്ളാഹു നൽകിയ കഴിവാണ്. പക്ഷേ ഈ കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇന്നും പണ്ട് ജീവിച്ചതുപോലെ ഏതെങ്കിലും ലളിതവും നിസ്സാരവുമായ ഒരു വീട്ടിൽ അന്തിയുറങ്ങേണ്ടവനാകുമായിരുന്നു. മനുഷ്യന് ഇതുപോലെയുള്ള ഒരു സംസ്കാരത്തെയും ലോകത്തെയും കെട്ടിപ്പടുക്കാൻ സാധിക്കുമായിരുന്നില്ല. മനുഷ്യൻ അള്ളാഹു നൽകിയ കഴിവുകൾ അവൻ ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ട് അവൻ പ്രപഞ്ചത്തിന്റെ നേതാക്കന്മാരും നിർമ്മാതാക്കളുമെന്ന ഭാവേനെ അഹങ്കാരത്തോടുകൂടി നടക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്ന ബുദ്ധിവൈഭവത്തെക്കുറിച്ചും സർഗാത്മക കഴിവുകളെക്കുറിച്ചും മാത്രമല്ല, അള്ളാഹുവിന്റെ ഈ സൃഷ്ടിഘടനയെക്കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിക്കുന്നവനായിരിക്കണം. ചിന്തിക്കുക എന്ന സ്വഭാവം മനുഷ്യനെ അവന്റെ ഭൗതികമായ വളർച്ചയ്ക്ക് മാത്രം ഭൗതികമായ വളർച്ചയിലേക്ക് മാത്രം നയിച്ചാൽ പോരാ, മറിച്ച് ചിന്തിക്കുക എന്നത് മനുഷ്യനെ അള്ളാഹുവിലേക്ക് നയിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെ ഒരു സംഗതി വിശ്വാസത്തെയും അതുപോലെ തന്നെ ആദർശങ്ങളെയും ഇതര മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അള്ളാഹു മനുഷ്യന് നൽകിയ ചിന്തിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്താൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ 2 ഗ്രന്ഥം നൽകിയിട്ടുണ്ട് എന്നും അതിലൊന്ന് വായിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് എന്നും മറ്റൊരു ഗ്രന്ഥം ഈ പ്രപഞ്ചമാകുന്ന ഗ്രന്ഥമാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ ഒരാൾ അള്ളാഹുവിനെ കണ്ടെത്തുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്ന, ഹിദായത്തിന് വേണ്ടി അവതരിപ്പിച്ചു തന്നിരിക്കുന്ന വായിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ കലാമുകളാണ്. എന്നാൽ ഈ പ്രപഞ്ചമാകുന്ന ഈ മഹത്തായ ലോകം മനുഷ്യരും മൃഗങ്ങളും പറവകളും മത്സ്യങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും മരങ്ങളും ഉൾക്കൊള്ളുന്ന, അങ്ങനെ മലകളും പർവ്വതങ്ങളും സമുദ്രവും ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ലോകം, ആ ലോകം തന്നെ ഒരു ഗ്രന്ഥമാണ് എന്നും അതിനെക്കുറിച്ച് മനുഷ്യൻ ആലോചിച്ചാലും മനുഷ്യൻ അള്ളാഹുവിന്റെ സമീപമെത്തും എന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ വാക്കുകളെ വിശദീകരിക്കാൻ വേണ്ടി, വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദം ആയത്ത് എന്നാണ്. വിശുദ്ധ ഖുർആൻ 3 കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ആയത്ത് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലൊന്ന് അള്ളാഹുവിന്റെ കലാമുകളാണ്. ആയത്ത് എന്ന അറബിയിലുള്ള പദത്തിന്റെ അർത്ഥം ചൂണ്ടുപലക എന്നും സൈൻ ബോർഡ് എന്നൊക്കെയാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാമുകളെ നമ്മൾ ആയത്ത് എന്ന് വിശദീകരിക്കാനുള്ള കാരണം, അള്ളാഹുവിന്റെ കലാമുകൾ കാണുമ്പോൾ അത് അള്ളാഹുവിലേക്ക് ഒരാൾക്ക് സൂചന നൽകുകയാണ്, അള്ളാഹുവിലേക്കുള്ള ചൂണ്ടുപലകയാണ് അള്ളാഹുവിന്റെ കലാം. മനുഷ്യനെ അള്ളാഹുവിലേക്ക് നയിക്കുന്നു വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലുള്ള സൂക്തങ്ങൾക്ക് അള്ളാഹു ആയത്ത് എന്ന് വിശദീകരിക്കാനുള്ള കാരണം. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ എന്ന് വിശദീകരിച്ചിരിക്കുന്നത്
മഹാന്മാരായ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്തുകളെ വിശദീകരിക്കുമ്പോഴാണ്. മഹാന്മാരായ പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്തുകൾ നൽകുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഴി, മഹാനായ ഈസാ അലൈഹിസ്സലാമിന് മരിച്ചവരെ വീണ്ടും ജീവൻ നൽകാനും അതുപോലെ തന്നെ മറ്റു ചില പ്രവൃത്തികൾ ചെയ്യാനും നൽകിയ കഴിവുകൾ, മഹാന്മാരായ ഒട്ടനവധി പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സാലിഹ് നബിയുടെ ഒട്ടകം തുടങ്ങി ഒട്ടനവധി മുഅ്ജിസത്തുകൾ, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതും വിശദീകരിക്കാത്തതുമായ മുഅ്ജിസാത്തുകളുണ്ട്. ഈ മുഅ്ജിസാത്തുകളെ വിശദീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. കാരണം ആ മുഅ്ജിസാത്തുകൾ ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് നയിക്കുന്നു. അള്ളാഹുവിലേക്കുള്ള ഒരു സൈൻ ബോർഡ്, ഒരു ചൂണ്ടുപലകയാണത്. ഒരാൾ മുഅ്ജിസത്തുകൾ കാണുമ്പോൾ അയാൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ നിർബന്ധിതനാകുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ ഒരാൾ അള്ളാഹുവിലേക്ക് നയിക്കുന്നത് പോലെ മുഅ്ജിസാത്തുകളും ഒരാൾ അള്ളാഹുവിലേക്ക് നയിക്കുന്നു. മൂന്നാമതായി വിശുദ്ധ ഖുർആൻ ആയത്ത് എന്ന് വിശദീകരിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒട്ടനവധി സംവിധാനങ്ങളെ വിശദീകരിക്കുമ്പോഴാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ, നക്ഷത്രങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും പറയുമ്പോൾ, മനുഷ്യ ജീവിതത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴെല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ ആയത്ത് എന്ന് വിശദീകരിക്കുകയാണ്. കാരണം ഖുർആനിക വചനങ്ങൾ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് നയിക്കുന്നത് പോലെ, മുഅ്ജിസാത്തുകൾ ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് നയിക്കുന്നത് പോലെ, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന രാത്രിയും പകലും പർവ്വതങ്ങളും മത്സ്യങ്ങളും പറവകളും മത്സ്യങ്ങളും സമുദ്രവുമെല്ലാം തന്നെ അതിനെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ അള്ളാഹുവിലേക്ക് നയിക്കും, അള്ളാഹുവിലേക്ക് നയിക്കേണ്ടതുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിന്റെയും മാറി മാറി വരുന്ന ഈ പ്രത്യക്ഷപ്പെടലിലുമെല്ലാം തന്നെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക്, ജനപദങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അല്ലാഹു അതിനെ ആയത്ത് എന്ന് വിളിക്കുകയാണ്. ഇത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനും, എന്നാൽ വായിക്കാതെ തന്നെ മനുഷ്യൻ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന പ്രപഞ്ചമാകുന്ന ഒരു ഗ്രന്ഥവും മനുഷ്യന്റെ മുമ്പിലുണ്ട് എന്നും ഇത് രണ്ടും മനുഷ്യൻ അള്ളാഹുവിലേക്ക് നയിക്കേണ്ടത് എന്നും പറയുകയുണ്ടായി. മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് ഇത് സാധിക്കുക. നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ചിന്തയിൽ നിന്ന് മുക്തമായി ജീവിക്കുന്ന ആരും തന്നെ ഭൂമിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ബുദ്ധിശക്തിയില്ലാത്തവരും അതുപോലെ തന്നെ മാനസികമായ വൈകല്യങ്ങളുള്ളവരും അതുപോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മനുഷ്യ ജനങ്ങൾ ഒന്നടങ്കം തന്നെ, മനുഷ്യ സമൂഹം ഒന്നടങ്കം തന്നെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചിന്ത എങ്ങനെയുള്ള ചിന്തയാണ്? വിശുദ്ധ ഖുർആൻ അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതുപോലെ തന്നെ അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? തഫക്കുർ എന്ന് പറഞ്ഞിട്ടും തഅമ്മുൽ എന്ന് പറഞ്ഞിട്ടും തദബ്ബുർ എന്ന് പറഞ്ഞിട്ടൊക്കെ വിശുദ്ധ ഖുർആൻ പല ഘട്ടങ്ങളിലായി മനുഷ്യന്റെ ചിന്തയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളും ചിന്തിക്കുന്നവർ തന്നെയാണ്. പക്ഷേ നമ്മുടെ ചിന്ത എന്തിനെ കുറിച്ചാണ്? ചിന്തിക്കുക എന്ന് പറയുമ്പോഴും ഒരു മുസ്ലിം അള്ളാഹുവിനെ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാതാവായിട്ടും അവൻ ഏറ്റവും മഹബ്ബത്തുള്ള സൃഷ്ടാവായും അംഗീകരിക്കുന്നതോടുകൂടി അവന്റെ ചിന്തക്കും ചില ക്രമങ്ങൾ ആവശ്യമാണ്. മനുഷ്യൻ ചിന്തിക്കുന്നു, പക്ഷേ ചിന്ത യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിലേക്ക് നയിക്കാൻ കാരണമായി തീരണം. അള്ളാഹുവിലേക്ക് നയിക്കാൻ മനുഷ്യനെ കാരണമായി തീരുന്ന ചിന്തകളെക്കുറിച്ചും മനുഷ്യനെ ആത്മവിചാരണ ചെയ്യാൻ, മുഹാസബ, മനുഷ്യനെ അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിചാരണയ്ക്ക് വിധേയരാക്കുന്ന ചിന്തകളെക്കുറിച്ചും മഹാന്മാരായ മുൻഗാമികൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്ത ഇന്ന് ലോകത്ത് നമ്മൾ ചിന്തിക്കുന്നു. പലപ്പോഴും നമ്മുടെ ചിന്ത ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. ഇന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെ ലോകത്തിന്റെ തന്നെ പ്രത്യേകത, ഒരു ഭാഗത്ത് മനുഷ്യൻ കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതകരമായ പുരോഗതി സ്വന്തമാക്കിയിരിക്കുന്നു. അവന്റെ വാർത്താവിനിമയ സംവാദങ്ങളിൽ, യാത്രാ സംവിധാനങ്ങളിൽ, മനുഷ്യൻ നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, എല്ലാ മേഖലകളിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിച്ചിരിക്കുന്നു എന്നത്
മനുഷ്യ സമൂഹം നേടിയൊരു നേട്ടമാണ്. മറുഭാഗത്ത് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതങ്ങളുള്ള ഇതേ ലോകത്ത് തന്നെയാണ് ഒരുപാട് ആളുകൾ മാനസികമായ വിഭ്രാന്തിയുള്ളവരായും മാനസികമായ പ്രശ്നങ്ങളുള്ളവരായും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്നൊരു വലിയ പ്രശ്നമായി മാറുകയും മനുഷ്യ സമൂഹം ഒന്നടങ്കം തന്നെ മനുഷ്യൻ ഒരു ഭാഗത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഭൗതിക പുരോഗതി സ്വന്തമാക്കി അതേ സംസ്കാരം തന്നെ ഈ പുരോഗതിയിലൂടെയൊന്നും മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും പകർന്നു കൊടുക്കാൻ സാധിക്കാതെ പകച്ചു നിൽക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ചിന്ത അള്ളാഹുവിനെ കുറിച്ചും നമ്മുടെ ചിന്ത നമ്മുടെ അമലുകളെക്കുറിച്ചും നമ്മുടെ ചിന്ത നമ്മുടെ പാരത്രിക ജീവിതം ഭദ്രമാകുന്നതിനെ കുറിച്ചും ആകുന്നതിന് പകരം പലപ്പോഴും നമ്മുടെ ചിന്തകൾ സഞ്ചരിക്കുന്നത് ഈ ദുനിയാവിൽ നമുക്കെങ്ങനെ മറ്റുള്ളവനെ കവച്ചു വെക്കാം എന്ന ഒരന്വേഷണത്തിലാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ദരിദ്രന്മാരാണ് എങ്കിലും നമ്മുടെ തൊഴിൽ മറ്റൊരുപാട് ആളുകളുടെ തൊഴിലുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു തൊഴിലാണ് എങ്കിലും നമ്മുടെ ജീവിക്കുന്ന വീട് മറ്റു പലരുടെയും വീടുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അത്രയൊന്നും വിശാലമല്ല എങ്കിലും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്താണ് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അസ്വസ്ഥതകൾ ദരിദ്രന്മാർക്കും അതുപോലെ തന്നെ ലളിതമായ ജീവിതം നയിക്കുന്നവർക്കുമല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെ സമ്പന്നമായ ജീവിതം നയിക്കുന്നവർക്കാണ് എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. കാരണം എപ്പോഴും മുകളിലുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയും അവരെ പോലെ മത്സരിച്ചെത്താൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് മനുഷ്യ സമൂഹത്തിനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫലു മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരിലേക്ക് നോക്കിക്കൊണ്ട് അവരെപ്പോലെ എനിക്കാകാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് വേവലാതിപ്പെടുന്നതിന് പകരം നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് അനുസ്മരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് സാധിക്കുന്നില്ല. നമ്മുടെ ചിന്തകൾ എപ്പോഴും ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട് ഈ ദുനിയാവിൽ എങ്ങനെ നമുക്ക് ഏറ്റവും വലിയവനാകാൻ പറ്റും, ഈ ദുനിയാവിൽ മറ്റെല്ലാവരും എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന, എന്നെ കാണുമ്പോൾ പ്രശംസിക്കുന്ന, എന്നെ കാണുമ്പോൾ ബഹുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ എന്തുണ്ട് വഴി എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് നിഅമത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത്തഫക്കുറു ഫിൽ ഖൈരി യദ്ഉ ഇലൽ അമലി ബിഹി. അല്ലാഹു നല്ല കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങളിലുള്ള ചിന്ത എപ്പോഴും മനുഷ്യനെ നന്മ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നും വന്നദ്മു അലശ്ശദി യദ്ഉ ഇലാ തർക്കിഹി, തെറ്റായ പ്രവർത്തനങ്ങളിൽ ദുഃഖിക്കുക എന്നത് മനുഷ്യനെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അൽ ഫിക്റു ഫി ദുനിയാ ഹിജാബുൻ മിൻ അൽ ആഖിറ. ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത, ദുനിയാവ് പോരാ 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 എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും വാരിക്കൂട്ടാൻ എന്തുണ്ട് വഴി എന്നന്വേഷിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ മത്സരം, അത്തരം മത്സരങ്ങളുടെ ഒരു ലോകത്താണ് ആധുനിക ലോകം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരസ്യങ്ങൾ, നമ്മുടെ കമ്പോളങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സംവിധാനങ്ങൾ, പുതിയ പുതിയ ഉപഭോഗ വസ്തുക്കൾ, ഇതെല്ലാം മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരങ്ങളുടെ ഒരു ലോകത്തേക്കാണ്. മത്സരങ്ങളുടെ ലോകമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരാജയപ്പെടുത്തണമെന്ന ഒരു ചിന്തയിലേക്കാണ്. നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ വിജയികളാണെങ്കിൽ മറ്റുള്ളവരെ പരാജയപ്പെടുത്തണം. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏറ്റവും വില കൂടിയ വാച്ച് ധരിച്ചുകൊണ്ട്, ഏറ്റവും വില കൂടിയ പെന്ന് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇങ്ങനെ നിസ്സാരമായ വസ്തുക്കൾ പോലും മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഘടകമായിരിക്കണമെന്ന് ആധുനിക സംസ്കൃതി നമ്മെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിന്റെ പിന്നെ പരക്കം പായുകയാണ്. അതുകൊണ്ടാണ് സമ്പന്നൻ ദരിദ്രനേക്കാൾ അസ്വസ്ഥനായി ജീവിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ദരിദ്രൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ സമ്പന്നൻ പോരാ പോരാ എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ പരാജയപ്പെടുത്താനുള്ള മത്സരോട്ടത്തിൽ പതറുകയും
പലപ്പോഴും മാനസിക വിഭ്രാന്തി കടിപ്പെടുകയും അങ്ങനെ പലപ്പോഴും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുകയും ചെയ്യുന്നത് നമ്മുടെ ലോകത്തിലുള്ള ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. മഹാനായ അബൂ സുലൈമാൻ രേഖപ്പെടുത്തുകയാണ്, അൽ ഫിക്റു ഫി ദുനിയാ ഹിജാബുൻ അനിൽ ആഖിറ. ദുനിയാവിനെ കുറിച്ചുള്ള ഇതുപോലെയുള്ള ചിന്ത ആഖിറത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഒരു മറയാണ്. വഉഖൂബത്തുൻ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഒരു ശിക്ഷയുമാണ്. വഫിക്റു ഫിൽ ആഖിറതി, എന്നാൽ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത അത് നിങ്ങൾക്ക് ഹിക്മത്ത് ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ അത് വയുഹിൽ ഖുലൂബ, ഹൃദയങ്ങൾക്കത് ജീവൻ നൽകും. ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നതിന് പകരം ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന് ജീവൻ നൽകുകയും നിങ്ങൾക്ക് ഹിക്മത്ത്, യുക്തി പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്നാൽ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നിങ്ങൾക്കൊരു മറയായിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. മഹാനായ ഖാദി ഇബ്നു ശുറൈഹ് ഒരിക്കൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇരിക്കുകയും കരയുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, താങ്കൾ എന്താണ് പെട്ടെന്ന് ഇരിക്കുകയും കരയുകയും ചെയ്യുന്നത്? അദ്ദേഹം പറയുകയാണ്, ഞാൻ പെട്ടെന്ന് എന്റെ ആയുസ് കുറഞ്ഞു പോവുകയും അതുപോലെ തന്നെ മരണം അടുക്കുകയും ഞാനാകട്ടെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ മാത്രം അമലുകൾ ചെയ്തിട്ടില്ലല്ലോ എന്നോർത്തു പോവുകയും ചെയ്തപ്പോൾ എനിക്ക് കരയാതിരിക്കാനല്ലാതെ മറ്റൊന്നിനും സാധിച്ചില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജീവിതത്തെക്കുറിച്ചും ദുനിയാവിനെക്കുറിച്ചും ചിന്തിക്കുന്നതിന് പകരം മരണത്തെക്കുറിച്ചും അമലുകളെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ ഖാദി ഇബ്നു ശുറൈഹ് അദ്ദേഹം പെട്ടെന്ന് ഇരിക്കുകയും കരയുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മനുഷ്യന്റെ ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് സംഭവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം അദ്ദേഹം പറയുകയാണ്, ഞാനൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ അത്ഭുതമാണ്, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും തന്നെ അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരീനി, എന്നെ വിടുക, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയുണ്ടായി. വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ താടി മുഴുവൻ നനയുന്നത് വരെ കണ്ണീരൊഴുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സുജൂദിലേക്ക് പോയി. സുജൂദ് ചെയ്തിട്ടും അദ്ദേഹം സുജൂദ് ചെയ്ത നിലം മുഴുവനും തന്നെ നനയുന്നത് വരെ അദ്ദേഹത്തിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അല്പസമയം ചെരിഞ്ഞു കിടന്നു. എന്നിട്ട് സുബഹിന്റെ സമയത്ത് ബാങ്ക് വിളിക്കാൻ വേണ്ടി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് കടന്നു വരികയുണ്ടായി. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, താങ്കളുടെ മുഴുവൻ കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിരിക്കെ, കുറ്റങ്ങളിലെ മൗസൂമായ പ്രവാചകനാണ്, പാപസുരക്ഷിതരായ പ്രവാചകൻ, സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൈഹക യാ ബിലാൽ വമാ യംനഉനി അൻ അബ്കി വഖദ് അൻസലല്ലാഹു അലയ്യ ഫീ ഹാദിഹി ലൈല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ഉലിൽ അൽബാബ്. ബിലാൽ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? എന്താണ് എന്നെ കരയുന്നതിൽ തടയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയും പകലും മാറി മാറി വരുന്നതിലുമൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ആയത്ത് എനിക്കിപ്പോൾ അവതരിപ്പിച്ചു തന്നിരിക്കെ ഞാൻ എങ്ങനെ കരയാതിരിക്കും എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. വൈലും ലിമൻ ഖറഅഹാ വലം യതഫക്കറ ഫീഹാ, ആരെങ്കിലും ഈ ആയത്ത് വായിക്കുകയും എന്നിട്ട് ചിന്തിക്കാതിരിക്കുകയുമാണ് എങ്കിൽ അത്തരക്കാർക്ക് നാശമെന്ന് അദ്ദേഹം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു. ഈ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരായത്ത്, അള്ളാഹുവിൻ ചിന്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് കരഞ്ഞു?
നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വെറും ശാസ്ത്രത്തെക്കുറിച്ചും സാങ്കേതിക വിദ്യയെക്കുറിച്ചുമുള്ള ചിന്തയെക്കുറിച്ച് മാത്രമല്ല ഇസ്ലാം പറയുന്നത്. ഇസ്ലാം അങ്ങനെയുള്ള ചിന്തയും പ്രോത്സാഹിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തിന് അങ്ങനെയുള്ള ഒരു പ്രചോദനം നൽകിയത് കൊണ്ടാണ് ലോകത്തുള്ള മറ്റെല്ലാ സംസ്കൃതികളെയും പരാജയപ്പെടുത്തുന്ന വിധത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് ചരിത്രത്തിൽ വമ്പിച്ച നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷേ ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹാസബയിലേക്ക്, സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് നയിക്കുകയുണ്ടായി എന്നും ആ ചിന്ത അദ്ദേഹത്തെ കരച്ചിലേക്ക് നയിച്ചു എന്നുമാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാഹി അലൈഹി പറയാറുണ്ടായിരുന്നു, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈല. ഒരു മണിക്കൂർ ചിന്തിക്കൽ അത് ഒരുപക്ഷെ ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യകരമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ രാത്രി പുണ്യം നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സാമീപ്യം അള്ളാഹുവിന്റെ സമീപം കരസ്ഥമാക്കാൻ അവൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു മണിക്കൂറിന്റെ ചിന്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എന്ന് മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാഹി അലൈഹി പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ചിന്ത നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ആഖിറത്തിനെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ചും ആകുന്നുണ്ടോ? അങ്ങനെ ആകുമ്പോൾ അത് ഖൈറും മിൻ ഖിയാമി ലൈല. അങ്ങനെയല്ല നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചാൽ അതുകൊണ്ട് ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നത് പോലെയുള്ള ഒരു കൂലി മനുഷ്യന് കിട്ടുമെന്നല്ല. മനുഷ്യന്റെ ജീവിതത്തെ ക്രമീകരിക്കാനും ഭദ്രമാക്കാനും ഒരാളുടെ ചിന്ത കാരണമായി തീരുമെന്നാണ്. ചിന്തിക്കൽ നിന്റെ നന്മകളെയും തിന്മകളെയും നിനക്ക് കാണിച്ചു തരുന്ന കണ്ണാടിയാണ് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹി അലൈഹി പറയുകയുണ്ടായി. ചിന്ത എന്ന് പറഞ്ഞാൽ അതൊരു കണ്ണാടിയാണ്, മനുഷ്യന്റെ മുമ്പിലുള്ളൊരു കണ്ണാടി. മനുഷ്യൻ തെറ്റുകളുടെയും അതുപോലെ തന്നെ നന്മകളുടെയും ലോകത്ത് മാറി മാറി സഞ്ചരിക്കുകയാണ്. ഒരു ഭാഗത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ മഹാൻ മലക്കുകളിൽ നിന്നുള്ള ആവേശകരമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി നാം ഒരുപാട് നന്മകൾ ചെയ്യുന്നു. മറുഭാഗത്ത് പൈശാചികമായ പ്രലോഭനങ്ങളിൽ വശംവദനായിക്കൊണ്ട് തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നന്മ തിന്മകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അവന്റെ നന്മയും തിന്മയും കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് യഥാർത്ഥത്തിൽ ചിന്ത എന്നാണ് ഈ മഹാനായ പണ്ഡിതൻ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു കണ്ണാടി വേണം. നമ്മുടെ ചിന്ത, നമ്മുടെ നന്മ ഏത് എന്നും തിന്മ ഏത് എന്നും മനസ്സിലാക്കി തരാനും അങ്ങനെ മനസ്സിലാക്കി തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുമുള്ള ഒരു കണ്ണാടി. ആ കണ്ണാടിയാണ് യഥാർത്ഥത്തിൽ ചിന്ത. ചിന്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ്, മഹാന്മാരായ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്ലാമിൽ മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് ഒരാൾ അയാളുടെ ജീവിതത്തിൽ ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ ഒരാൾക്ക് അധികരിപ്പിക്കാൻ പറ്റുക. ചിന്തിക്കുമ്പോഴാണ് കുറ്റകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരാൾക്ക് വേറിട്ട് നിൽക്കാൻ സാധിക്കുക. നാവിനെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും അതുകൊണ്ട് ചെയ്ത അമലുകളെക്കുറിച്ചുമുള്ള അന്വേഷണമാണ് ഒരു മനുഷ്യൻ ചെയ്തിരിക്കുന്ന വെറുക്കപ്പെട്ട കുറ്റകരമായ കർമ്മങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ഒരാളെ കാരണമായി തീരും. അതുപോലെ തന്നെ ഇസ്ലാമിൽ മനുഷ്യനെ രക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് തൗബ. മനുഷ്യൻ തൗബ ചെയ്യണമെങ്കിൽ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒരു മനുഷ്യന് തൗബയിലേക്ക് പോകാൻ സാധിക്കുക. ഒരു മനുഷ്യൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഈ ദുനിയാവിൽ തന്നെ മതിമറന്ന് ജീവിച്ചാൽ ഒരാൾക്ക് തൗബയിൽ എത്തിപ്പെടാൻ സാധ്യമല്ല. തൗബയിലൂടെയാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്നുമുട്ടാൻ സാധിക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരാൾ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരാളെ തൗബയിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിരിക്കുന്ന നിഅമത്തുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരാൾക്ക് ശുക്ർ, അള്ളാഹുവിനെ ശുക്ർ ചെയ്യണമെന്ന ബോധമുണ്ടാവുക. കാരണം ശുക്ർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം. അൽഹംദുലില്ലാഹ്, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ വെറുതെ ഇങ്ങനെ ഉദ്ധരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ യാന്ത്രികമായി ഉച്ചരിക്കലല്ല ശുക്ർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഉച്ചരിക്കാൻ ഏതു മനുഷ്യനും സാധിക്കും. യന്ത്രം കണക്കെ മനുഷ്യനിങ്ങനെ അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അത് ശുക്റാണ്. നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ട ഒരുപാട് സന്ദർഭങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയുണ്ടായി. ഭക്ഷണം കഴിഞ്ഞ് വിരമിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരിക്കുന്നു. എന്ത് കഴിച്ചാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റിയാൽ പോലും ദാഹിച്ച് വലയുന്ന ഒരു മനുഷ്യൻ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനുള്ള ശുക്ർ. അയാൾ ആലോചിക്കുകയാണ്, എനിക്ക് ഈ വെള്ളം കിട്ടിയത് അള്ളാഹു തന്നിരിക്കുന്ന നിഅമത്താണ്. അതേ മനുഷ്യൻ തന്നെ അവൻ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. എന്താണ് അതിന്റെ കാരണം?
അത് ആരോഗ്യത്തോടുകൂടി വളരെ കൃത്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാവുകയില്ല. മറിച്ച് മലമൂത്ര വിസർജനം ചെയ്യാൻ സാധിക്കാതെ ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ളൊരവസ്ഥ മനുഷ്യന് വന്നാൽ ആ അൽഹംദുലില്ലയുടെ വില മനസ്സിലാകും. അപ്പോൾ മനസ്സിലാകും. നമ്മൾ കരുതും ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല അൽഹംദുലില്ല, മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോഴും അൽഹംദുലില്ല, അള്ളാഹുവിന്റെ സ്തുതി. എങ്ങനെയുള്ള അള്ളാഹു ഉപദ്രവം എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ അള്ളാഹുവിന്റെ സ്തുതി എന്ന് പറയുകയാണ്. അത് നീക്കാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ കെട്ടി നിർത്തിയാൽ മനുഷ്യൻ സഹിക്കുന്ന വേദന, അവൻ അനുഭവിക്കുന്ന വിഷമം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്. അവിടെയാണ് ശുക്ർ. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ല. കാരണം ആ ഉറക്കം തന്നെ മരണത്തിലേക്കുള്ള ഒരു നീൾച്ചയായി മാറിയിരുന്നുവെങ്കിൽ എന്നേക്കുമുള്ള ഉറക്കമാകുമായിരുന്നു. ആരെയും കാണാൻ പറ്റാതെ, ആരോടും യാത്ര പറയാൻ സാധിക്കാത്ത ഉറക്കം. അവിടെയാണ് അൽഹംദുലില്ല. ഇങ്ങനെ മനുഷ്യൻ ശുക്ർ ചെയ്യണമെങ്കിൽ ചിന്തിക്കണം. വെറുതെ അൽഹംദുലില്ല എന്ന് ഭക്ഷണം കഴിച്ച ശേഷം യാന്ത്രികമായി അൽഹംദുലില്ല, ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യാന്ത്രികമായി അൽഹംദുലില്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും യാന്ത്രികമായി അൽഹംദുലില്ല അല്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. അവിടെയാണ് നിഅമത്തുകളെ കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ ശുക്റിലേക്ക് നയിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം. തെറ്റുകളെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ തൗബയിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകളെ കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ ശുക്ർ ചെയ്യുന്നതിലേക്ക്, അൽഹംദുലില്ലാ എന്ന വാക്ക് വളരെയധികം ബോധത്തോടുകൂടി പറയുന്നതിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. അതുപോലെ തന്നെ മരണം, ഖബറിലുള്ള ശിക്ഷ, നരകം തുടങ്ങിയവയെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യന് ഖൗഫ് ഉണ്ടാക്കുന്നു, മനുഷ്യന് ഭയമുണ്ടാക്കുന്നു. ഖൗഫ് വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്, ഒരു ഗുണമാണ്. അത് വെറുതെ ഉണ്ടാവുകയില്ല. ഈ ഭൂമിയിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ, നരകത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഈ ദുനിയാവ് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ ആദ്യവും അവസാനവും എന്ന് കരുതിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന് ഖൗഫ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യന് ഖൗഫ് ഉണ്ടാകുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ചിന്ത, തൗബ ചെയ്യണമെങ്കിൽ ചിന്ത ആവശ്യമാണ്. ശുക്ർ ചെയ്യണമെങ്കിൽ ഈ സ്വഭാവത്തിലുള്ള ചിന്തയാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് ചിന്ത ആവശ്യമാണ്. അത് മറ്റൊരു ഭാഗം, അതല്ല ഇവിടെ പറയുന്ന വിഷയം. ഇവിടെ ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ നേരാക്കാനുള്ള, മനുഷ്യന്റെ തിന്മയും അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയും വേർതിരിച്ച് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയായി മാറുന്ന ഒരു ചിന്ത. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള, അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ തന്നെ ആയത്തിന് ശേഷം പറയുകയാണ് വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച്, അല്ലദീന യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ രാത്രിയുടെയും പകലിന്റെയുമുള്ള മാറി മാറി വരുന്ന പ്രത്യക്ഷപ്പെടലിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ചിന്തിക്കുന്ന ജനങ്ങളുടെ വിശേഷണം അല്ലദീന യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. ചിന്തിക്കുന്ന ജനത എന്ന് പറഞ്ഞാൽ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ് അള്ളാഹുവിനെ സ്മരിക്കുക. അവിടെയാണ് ചിന്തയും സ്മരണയും, ചിന്തയും തൗബയും, ചിന്തയും ശുക്റും, ചിന്തയും ഖൗഫും തമ്മിലുള്ള ബന്ധം. ചിന്തിക്കുമ്പോൾ അത് മനുഷ്യനെ യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ഇരുന്നും കിടന്നും നിന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമസ്കരിക്കുകയും അള്ളാഹുവിനെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുകയാണ് വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവരിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ അവർ പറയുകയാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്? ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടുകൂടിയല്ല, ഒരു ഭക്തനായ മുസ്ലിം, അള്ളാഹുവിനെ കണ്ടെത്തുന്ന ഒരു മുസ്ലിമിന്റെ മനോഭാവത്തോടുകൂടി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരുപാട് വചനങ്ങളുണ്ട്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ വൽ അർള ഫറശ്നാഹാ ഫനിഅ്മൽ മാഹിദൂൻ. ഈ ആകാശത്തെ നാമാണ് നമ്മുടെ കരങ്ങൾ കൊണ്ട് സംവിധാനിച്ചിരിക്കുന്നത്, നാം അതിനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയെ ഒരു വിരിപ്പ് പോലെ നമ്മൾ വിരിച്ചിരിക്കുകയാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ വിശ്വാസിയായ ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ആകാശത്ത് നോക്കുമ്പോൾ നമ്മളൊരു നക്ഷത്രത്തെ കാണുകയാണ്. ആ നക്ഷത്രം സഹോദരന്മാരെ ഒരു പക്ഷേ
5000 കോടി അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആകാശത്തെ കത്തിജ്വലിച്ച ഒരു നക്ഷത്രത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം ശാസ്ത്ര നിയമം അനുസരിച്ച് ഒരു പ്രകാശരശ്മികൾ ഈ ഭൂമിയിലെത്തണമെങ്കിൽ, സൂര്യന്റെ പ്രകാശം ഇവിടെ എത്തണമെങ്കിൽ 8 മിനിറ്റ് എടുക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആകാശത്ത് കാണുന്ന സൂര്യൻ അവിടെയിൽ 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ 1000ഉം 10000ഉം വർഷങ്ങൾക്ക് മുമ്പ് കത്തിജ്വലിച്ച നക്ഷത്രത്തെയാണ് നമ്മൾ ഇന്ന് രാത്രി കാണാൻ പോകുന്നത്. കാണുന്ന സമയത്ത് ആ നക്ഷത്രം അവിടെ ഇല്ല. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള നക്ഷത്രം. അത്രത്തോളം വിശാലമായ ഒരു പ്രപഞ്ചം. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ലോകത്തെക്കുറിച്ച് ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടിയല്ല, ഭക്തനായ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു മുസ്ലിമിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണത്തെക്കുറിച്ച്, നമ്മുടെ ശരീരം മാംസവും രക്തവും ചലവും മലവും മൂത്രവും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ദുർഗന്ധം, നമുക്ക് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരുപാട് വസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു കൊട്ടയാണ് മനുഷ്യ ശരീരം എന്നൊരിക്കലും ഒരു കവി വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ശരീരം, ആ ശരീരത്തിലേക്ക് പോകുന്ന ഭക്ഷണങ്ങൾ, അതിന്റെ ദഹനം, ആ ഭക്ഷണങ്ങളുടെ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു തന്നിരിക്കുന്ന സംവിധാനങ്ങൾ, നമ്മുടെ കണ്ണുകൾ, നാവുകൾ, നമ്മുടെ കൈകൾ, ഇതൊക്കെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. മനുഷ്യൻ വികസിപ്പിച്ച മനുഷ്യന്റെ സാങ്കേതിക വിദ്യകൾ പോലും അള്ളാഹുവിന്റെ സൃഷ്ടികളെ അനുകരിച്ചുകൊണ്ടുള്ളതാണ് എന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. സുബ്ഹാനക, നീ പരിശുദ്ധ റബ്ബന. അവർ പറയുകയാണ്, അള്ളാഹുവിനെ കിടന്നും ഇരുന്നും അതുപോലെ തന്നെ നിന്നുമൊക്കെ സ്മരിച്ചുകൊണ്ടവർ പറയുകയാണ്, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, അള്ളാഹുവേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഇതൊന്നും. സുബ്ഹാനക്, നീ മഹാനാണ്, നീ ഒരു പരിശുദ്ധനാണ്. അതുകൊണ്ട് എന്താണോ പറയുന്നത്, ഫഖീന അസാബന്നാർ എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഇതാണ് ചിന്തയും നരകത്തെക്കുറിച്ചാണ് പറയുന്നത്. നീ പരിശുദ്ധനാണ്, അതുകൊണ്ട് ഇസ്ലാം എല്ലാ ശാസ്ത്രവും എല്ലാ ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കുമുള്ള ഉത്തരം ഇസ്ലാം ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു പരിപാടിയല്ല ചിന്ത. ഫഖിന അസാബന്നാർ, അതുകൊണ്ട് അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. ചിന്തയാ മനുഷ്യനെ നരകശിക്ഷയിൽ നിന്ന്, മനുഷ്യനെ ശരിയായ മുസ്ലിമാക്കി ജീവിക്കും. അല്ലാതെ വെറും നമ്മളെപ്പോഴും ചിന്തയെക്കുറിച്ചും ഇസ്ലാം നൽകിയിരിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ചും ഖുർആനിലെ ശാസ്ത്രീയ അന്വേഷണങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ആവാം മറ്റുള്ളവർക്ക് ഇസ്ലാമിന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്ത തഫക്കുർ, അത് ഫഖിന അസാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നിടത്തേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെയാണ് പ്രശ്നം. അങ്ങനെ നയിക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ, ചിന്ത ഒരു കണ്ണാടിയായി മാറണം. നന്മയെയും തിന്മയെയും വേർതിരിച്ചു നിർത്തുന്ന ഒരു കണ്ണാടി. അങ്ങനെയുള്ള ഒരു കണ്ണാടിയായി നമ്മുടെ ചിന്ത മാറുമ്പോൾ മാത്രമാണ് ഫഖിന അസാബന്നാർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, എന്റെ ഹൃദയത്തിന് ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തിന് ഖൽബി റബ്ബി, എന്റെ ഹൃദയം എന്റെ രക്ഷിതാവിനെ കണ്ടു എന്ന് ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. മനുഷ്യനെ കുറിച്ച്, ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്ത, ആ ചിന്തയിലൂടെ എന്റെ ഹൃദയത്തിന് എന്റെ രക്ഷിതാവിനെ കാണാൻ സാധിച്ചു എന്ന് പറയണമെങ്കിൽ ഈ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിനെ കുറിച്ച്, മക്കളെക്കുറിച്ച്, മക്കളുടെ കുറിച്ച്, വീടിനെ കുറിച്ച്, കച്ചവടത്തെക്കുറിച്ച്, മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ച്, ഷെയർ ബിസിനസ് നടത്തുമ്പോൾ മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിനെ എങ്ങനെ തള്ളിപ്പുറത്താക്കി ഈ കച്ചവട സ്ഥാപനം എന്റെ മാത്രം കച്ചവട സ്ഥാപനമാക്കാമെന്നതിനെ കുറിച്ച്, ഏതെങ്കിലും റോഡോ അല്ലെങ്കിൽ പുതിയ എക്സ്പ്രസ് ഹൈവേയോ അല്ലെങ്കിൽ പുതിയ 4 വരി പാതയോ വരുമ്പോൾ അതിന്റെ പരിസരത്തുള്ള ഭൂമി അത് വരുന്നതിന് മുമ്പ് എന്റെ പേരുള്ള ഭൂമിയാക്കാൻ ആരെയൊക്കെ പറ്റിച്ചിട്ട് ആരെയൊക്കെ ഭൂമി വാങ്ങാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. ഇതാണ് ദുനിയാവ് സുഹൃത്തുക്കളെ. ഇതെല്ലാം നമ്മുടെ ചിന്ത. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പുതിയ പ്രൊജക്ട് വരുമ്പോൾ ആ പ്രൊജക്ടിന്റെ പരിസരത്തിലുള്ള ഭൂമി സ്വന്തമാക്കുന്നത് പ്രൊജക്ട് ഉണ്ടാക്കുന്നവർ, സംഘടനകൾ വരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന് പേര് സംസാരിക്കുന്നവർ വരെ അവരുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എന്തെങ്കിലും വരുമ്പോൾ പരിസരത്തുള്ള ഭൂമി അവരുടെ ഭൂമിയാക്കി മാറ്റുന്നു. അതിനുശേഷം പ്രൊജക്ട് വരുന്നു. അങ്ങനെ ഭൂമിയുടെ വില 20, 100, 200 ഇരട്ടിയാകുന്നു. ഇങ്ങനെ ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുന്ന, അതുണ്ടാക്കാനുള്ള മനുഷ്യന്റെ ആർത്തി എത്രയാണ്! ഈ ഒരു ചിന്തയെക്കുറിച്ചല്ല വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ തിന്മകളെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ നേരായ പാതയിലേക്ക് നയിക്കുന്ന, അങ്ങനെ ഫഖിന അസാബന്നാർ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ചിന്ത. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ചിന്തയിലൂടെ മാത്രമേ മാനസികമായ അസ്വസ്ഥതകൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്,
അസ്വസ്ഥതകളൊന്നും ഇങ്ങനെ ഉണ്ടാവുക നമ്മുടെ ചിന്ത മുഹാസബക്ക് കാരണമായി തീരുന്ന, അള്ളാഹുവിലേക്ക് നമ്മളെ നയിക്കുന്ന, ദുനിയാവിനേക്കാളും ഐഹിക ജീവിതത്തിൽ ഭദ്രമായ ഒരു സ്ഥാനം അള്ളാഹുവിന്റെ സന്നിധിയിൽ നമുക്ക് ഉറപ്പുവരുത്തുന്ന ഒരു ചിന്ത, സ്വഭാവത്തിൽ തഫക്കുർ, തഅമ്മുൽ, തദബ്ബുർ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന തഫക്കുറും തദബ്ബുറും അങ്ങനെയുള്ള ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഭാവത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ.